അസ്സലാമലൈക്കും. സ്വാരി വളാഞ്ചേരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫാമിലി ആയിട്ട് ചെറിയൊരു ടൂറ് പോകണട്ടാ. ഞാൻ ജെസ്സി, ഉമ്മു, പിന്നെ എൻ്റെ ഏട്ടൻ്റെ വൈഫ്, ഏട്ടൻ്റെ കുട്ടികൾ, പിന്നെ ഏട്ടൻ്റെ വൈഫിൻ്റെ ഫാമിലി, അവരെല്ലാവരും ഉണ്ട് കേട്ടോ. 2 വണ്ടിയായിട്ടാണ് പോണത്. എൻ്റെ കാറും പിന്നെ അവർ വീട്ടിൽ നിന്ന് വന്നൊരു ഇനോവയും ഉണ്ട് കേട്ടോ. അങ്ങനെ 2 വണ്ടിയായിട്ടാണ് വന്നത്. അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് പാറപ്പള്ളി എത്തിയിട്ടോ. കോഴിക്കോട് പാറപ്പള്ളിയിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ബീച്ചിൻ്റെ അടുത്താണ് കേട്ടോ പാറപ്പള്ളി മക്കാമ്. അപ്പോൾ എല്ലാ കുട്ടികളും ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ബീച്ചിൻ്റെ തൊട്ടടുത്താണ്. അത് കറക്റ്റ് സ്ഥലം എന്ന് വെച്ചാൽ കൊയിലാണ്ടി, കോഴിക്കോട് കൊയിലാണ്ടിയിൽ കൊല്ലം എന്ന് പറയും. നമ്മളെ പാട്ടുകാരൻ ഷാഫി കൊല്ലത്തിൻ്റെ ഒക്കെ നാടിൻ്റെ അടുത്താണ്. അവിടെയാണ് പാറപ്പള്ളി പറഞ്ഞ സ്ഥലം. അപ്പോൾ സിയാറത്തൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമേ നമ്മളവിടെ കടലിലൊക്കെ പോയതിൻ്റെ ശേഷം ആദൻ നബിയുടെ കാൽപ്പാടിൻ്റെ കാണാൻ പോയിട്ടോ. അതാണ് ആദൻ നബിയുടെ കാൽപ്പാട്. അപ്പോൾ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് പാറപ്പള്ളിയിൽ ആദൻ നബിയുടെ കാൽപ്പാടുണ്ടെന്ന്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷമായിട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോയി. അവിടുന്ന് നേരെ പോയിട്ട് കോഴിക്കോട് ലുലു മാൾ കാണാനാണ് ഞങ്ങൾ ഇനി നേരെ പോകുന്നിട്ടാ. ഇപ്പം അടുത്ത് പുതുതായി വന്ന ലുലു മാൾ കാണാനാണ്. അപ്പോൾ ഉറക്ക ക്ഷീണത്തിലാണ് കേട്ടോ. ഉറക്ക ക്ഷീണത്തിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കോഴിക്കോട് ലുലു മാളിൻ്റെ തൊട്ടടുത്തെത്തിട്ടോ. അപ്പോൾ എന്തായാലും ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റിൻ്റെ ശേഷം അവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനും ലിഫ്റ്റിന് കയറാനൊക്കെ പ്രത്യേക ഇടമുണ്ട് കേട്ടോ. അപ്പം ഇന്നെ കണ്ടേക്ക് അവർ അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഇതാ ഷെരീഫാക്ക് എന്നെ എടുത്തിട്ട് വീൽ ചെയർക്ക് കിടത്തി തന്നിട്ടാണ്. അങ്ങനെ വീൽ ചെയർ കിടത്തിയതിൻ്റെ ദിവസം അതിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ഏട്ടൻ്റെ മോനാണത്, അവ ഇട്ടന്നു. അങ്ങനെ എന്തായാലും വീൽ ചെയറിൽ തള്ളിയിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ വീൽ ചെയറിൽ കയറിയൊക്കെ അതിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തരികയാണ് കേട്ടോ. ഞാൻ ലുലു മാൾ ആദ്യമായിട്ട് എറണാകുളത്തെ ലുലു മാളിൽ ഇപ്പം അടുത്ത് പോയിരുന്നു. ഒരു 2-3 മാസമായി പോയിട്ട്. അപ്പോൾ കോഴിക്കോട് ലുലു മാൾ വന്നൊക്കെ കാണാൻ പോകണം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ശ്വാസമുട്ടൊക്കെ കഴിഞ്ഞതിൻ്റെ ദിവസമേ എനിക്ക് വീൽ ചെയറിൽ തീരെ ഇരിക്കാൻ പറ്റാതായി കേട്ടോ. ഇപ്പോൾ ശ്വാസമുട്ടും പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ദിവസം ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വീൽ ചെയറിൽ ഇരിക്കാൻ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ പുറത്തൊരു ബാഡ്ജൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വീൽ ചെയറിലിരുന്നു. അങ്ങനെ നമ്മൾ ലിഫ്റ്റിലേക്ക് കയറിയാണ് കേട്ടോ. അപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിലത്തെ നിലയ്ക്ക് പോകാൻ വിചാരിച്ചിട്ട് പോവാണ്. അങ്ങനെ ഞാനും എസ്കലേറ്റർ വഴി ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ താഴത്തൊക്കെ ഒന്ന് എല്ലാ ഷോപ്പിലൊക്കെ ഒന്ന് കയറാൻ, എല്ലാത്തിലും കയറില്ല, എന്നാലും കുറച്ച് എന്തെങ്കിലും പർച്ചേസിങ് ചെയ്യാനും പിന്നെ നമുക്ക് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാനും അങ്ങനെ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടാ. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ എത്തിയിട്ടാ. അപ്പോൾ അവിടെ നല്ല ഈ പച്ച മുസമ്പി ഉണ്ടല്ലോ, അതിന് കുറച്ച് ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഈ കബാബ് ഐറ്റംസ്, ബർഗറിൻ്റെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓഫറുണ്ട്. അതുപോലെ മൂനെ കരഞ്ഞ് വാശി പിടിച്ചിട്ട് ഓരോന്ന് കാണുമ്പോൾ കരഞ്ഞ് വാശി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ലോലിപോപ്പ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞാൻ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ അതും വാങ്ങിച്ചത് ഉമ്മൂന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഉമ്മ അവിടെ എല്ലാ സാധനങ്ങളും കാണുമ്പോൾ ഭയങ്കര വാശിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ ലുലു മാളിലൊക്കെ ഒന്ന് കറങ്ങി എല്ലാം കണ്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് നേരെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഉച്ച ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മൂത്തച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല നെയ്ച്ചോറും പിന്നെ മൂത്തച്ചിയുടെ ജ്യേഷ്ഠത്തി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല നെയ്ച്ചോറും പിന്നെ നല്ല ചിക്കൻ കറിയും പിന്നെ നമ്മുടെ ഇരുമ്പാമ്പുളി ഉണ്ടല്ലോ, ഇവിടെയൊക്കെ പറയുക അതിന് ഊർക്കാപ്പുളി എന്നൊക്കെയാണ് കേട്ടോ. പല നാട്ടിലും പല പേരിലാണല്ലോ ഓരോ സാധനങ്ങൾ അറിയപ്പെടുക. അപ്പോൾ അതിൻ്റെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് നമ്മുടെ കോഴിക്കോട് ബീച്ച് ഉണ്ടല്ലോ, അവിടെ ഒരു പാർക്കുണ്ട്, ബിൽസ്നോ അങ്ങനെ എന്തോ ഒരു പാർക്കാണ് കേട്ടോ. അവിടെ കയറി അവിടുന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. അപ്പം എനിക്ക് ഈ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം അത്ര കണ്ട് ഇഷ്ടമല്ല. അപ്പം ഞാനൊരു കിവിയുടെ ഒരു കുൽഫി ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ വാങ്ങിച്ചത്. കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് പകുതി കഴിച്ചപ്പോൾ തന്നെ മടുത്തു കേട്ടോ. അപ്പം ഞാൻ അടുത്തുള്ളവരിങ്ങനെ പാസ് ചെയ്തു. പിന്നെ ഉമ്മുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എന്നോട് പറയും ഇങ്ങനെ ഇക്കാക്കൊക്കെ സുഖമില്ലാണ്ടായപ്പോൾ കുറേ ദിവസം വീട്ടിൽ തന്നെ ഇരുന്നില്ലേ, അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം വെള്ളത്തിൽ കളിക്കുന്നത്. അവളെ കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് നീങ്ങിയിട്ടൊരു നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിൽ ബീച്ച് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കോഴിക്കോട് ഇക്കാക്ക് ബീച്ചിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അതിനുള്ളൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി കുറേ അന്വേഷിച്ച് നടന്ന് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കണ പോലീസ് ചേട്ടനോട് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അവർ വണ്ടിയൊക്കെ ഒതുക്കി തന്നിട്ട് ഇക്ക പറഞ്ഞു എനിക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. വണ്ടിയൊക്കെ മാറ്റി ഇക്കാക്ക് വണ്ടി അവിടെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഷെരീഫാക്കയും സഫ് മോനുണ്ട് ജ്യേഷ്ഠൻ്റെ മോനും അവനും കൂടിയിട്ട് പിന്നെ ഇതാ ഞാൻ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് അവിടെ കൊണ്ടിരുത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒരു ഇരുട്ടാവണ വരെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇക്കാക്കിന് ബീച്ച് കാണാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ലുലുമാളിൽ പോയപ്പോഴാണെങ്കിലും ബീച്ചിലായാലും കുറേ ആൾക്കാർ നമ്മളെ പരിചയപ്പെടാൻ വന്നു കേട്ടോ. അതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ ആൾക്കാർ ഒരു മടി കൂടാണ്ട് നമ്മളെടുത്ത് വന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുറച്ച് നേരം ഇക്കാക്ക് അവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ബീച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ അവിടെ ഇരുന്നതാണ്. അപ്പോൾ ഇതിന് ഷെരീഫാക്ക പോയിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഇങ്ങനത്തെ നമ്മുടെ ഈ കോളിഫ്ലവറിൻ്റെ ഒരു പൊരി ഉണ്ടല്ലോ അത് വാങ്ങിച്ചു. പിന്നെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉള്ള ബീച്ചിൽ വന്നാൽ പൊതുവെ വാങ്ങാറ് കപ്പലണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല വാങ്ങാറും. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കഴിച്ചു. അപ്പോഴത്തേനും ഉമ്മും ജ്യേഷ്ഠൻ്റെ കുട്ടികളെ കൂടിയിട്ട് അവിടെ ഒരു പാർക്ക് ഉണ്ട് അവിടെ പോയിട്ട് കളിച്ചു കേട്ടോ. അപ്പോൾ മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളത്തിലുള്ള കളിയും ബോട്ടിലുള്ള യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ അതിൽ തന്നെ ഇരുന്നു കേട്ടോ കളിക്കേണ്ടായിരുന്നത്. അവൾക്ക് തിരിക്കാനൊക്കെ അറിയാം. അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞാൽ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഒറ്റയ്ക്കായതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ ഫുൾ ടൈം ഇരിക്കല്ലേ. പിന്നെ അംഗനവാടി പോകുമ്പോൾ കുഴപ്പമില്ല, എല്ലാ കുട്ടികളായിട്ടും കാണില്ല. പിന്നെ അങ്ങനെ ഇല്ലാത്ത ദിവസങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കല്ല. അപ്പോൾ അവളെ ഹാപ്പി ആക്കാനും പിന്നെ കുറേ ദിവസമായി ഒന്ന് പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴും വെക്കേഷൻ ഉണ്ടായിരുന്നില്ല, ഓണ വെക്കേഷൻ ആയിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഉണ്ടാവില്ല, എല്ലാവരും കൂടി പുറത്ത് പോകുമ്പോഴല്ലേ നല്ല രസമുള്ളത്. അപ്പോൾ ഉമ്മൂനെ ആ ചേട്ടൻ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളും അതുപോലെ ഇങ്ങനെ തിരിച്ച് കളിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ട് അവൾക്ക്. എന്നിട്ട് പിന്നെയും കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. എന്തായാലും അവളെ ഞങ്ങൾ സന്തോഷിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കളി. പിന്നെന്താ ഞങ്ങൾ അവിടുന്ന് നമ്മളെ സൂര്യനെ കടലിലേക്ക് താഴ്ന്നപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. ഇനി ഞങ്ങൾക്ക് മിഠായി തെരുവിലൊന്ന് പോകണമെന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ബീച്ച് കാണാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പുറത്തങ്ങനെ പോയി കറങ്ങാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മിഠായി തെരുവ് പോകാമെന്ന് പറഞ്ഞു അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ബീച്ച് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇക്കാക്ക് ഒരു ഫുഡ് ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മുടെ കുറുമ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കോഴിക്കോട്. അവിടുത്തെ ഈ ഈന്തുംപിടി ഉണ്ടല്ലോ അതെന്തോ എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. ഞാൻ ഇക്ക പറഞ്ഞിട്ടാണ് എനിക്ക് അറിയുള്ളൂ. അപ്പോൾ അത് അവിടുന്ന് കുറച്ച് വാങ്ങിച്ചു. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അത് വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ നേരെ മിഠായി തെരുവിലേക്ക് പോയിട്ട് അവിടെ കുറച്ച് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇനി വീട്ടിലേക്കാണ് കേട്ടോ. അധികം ഒന്നും അവിടെ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ ഞങ്ങൾ കുന്നുംപുറം എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ. രാത്രി ആയില്ലേ, അപ്പോൾ 9 മണി 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫറൂജ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അവിടെ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. മന്തിയായിരുന്നു, പിന്നെ നമ്മുടെ പെരി അൽഫാമും പിന്നെ സാധാ നോർമൽ അൽഫാമും ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മന്തി എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടർ നാനാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര ഇത്രയും ഉണ്ടായിരുന്നുള്ള. കുറേ ഒന്ന് കോഴിക്കോട് തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വ്ളോഗ്. അതായത് ഞങ്ങൾ കുറേ ദിവസമായി വീട്ടിലിരുന്നിട്ട് ബോറടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് പുറത്തിറങ്ങി, വെക്കേഷനും അല്ല അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.